അടുക്കളയിലെ പണി കഴിഞ്ഞ് മായ മുറിയിലേക്ക് വരുമ്പോൾ സുധീർ കിടന്നിട്ടുണ്ടായിരുന്നില്ല. മൊബൈലിൽ എന്തൊക്കെയോ കുത്തിക്കൊണ്ട് അവൻ അവൾ വരുന്നത് നോക്കി കിടക്കായിരുന്നു. അത് കണ്ടതും അവൾക്കും കാര്യം മനസ്സിലായി. എത്ര നേരായി മായേ നിന്നെ നോക്കിയിരിക്കുന്നു? നിനക്കിതിന് മാത്രം എന്ത് മലമറിക്കണ പണിയാ ഇവിടെയുള്ളത്? അവളെ കണ്ടതും മുഷിച്ചിലോടെ ചോദിച്ചു. നേരം വെളുത്താൽ ഇരുട്ടുന്നത് വരെ ഞാൻ ഇവിടെ കിടന്ന് ചെയ്യുന്ന പണികളെക്കുറിച്ചൊന്നും നിങ്ങൾക്കാർക്കും അറിയണ്ടല്ലോ. അതൊക്കെ ഒന്ന് വന്ന് ചെയ്തു നോക്ക്. അപ്പം അറിയാം എനിക്കിവിടെ എന്തൊക്കെ ജോലികളുണ്ടെന്ന്. ദേഷ്യത്തോടെ പറഞ്ഞിട്ട് മായ കട്ടിലിൻ്റെ അറ്റത്ത് വന്ന് കിടന്നു. നിനക്കൊന്ന് മേല് കഴുകിയിട്ട് വന്നൂടെ? വന്ന് കിടന്നപ്പോൾ തന്നെ വിയർപ്പ് നാറുന്നുണ്ട്. സുധീറിൻ്റെ മുഖം ചുളിഞ്ഞു. നാട് ഒടിഞ്ഞിരിക്കുമ്പോൾ എനിക്കിനി അതും കൂടി ചെയ്യാൻ വയ്യ. ഒന്ന് കിടന്നാൽ മതിയെന്ന് വിചാരിച്ചാണ് റൂമിലേക്ക് വരുന്നത്. മേല് കഴുകിയില്ലെങ്കിലും ചത്തൊന്നും പോകില്ലല്ലോ. അവൾ തിരിഞ്ഞു കിടന്നു. നീ ഒന്ന് ഇങ്ങോട്ട് നീങ്ങിക്കിടന്നേ. ഇത്രയും നേരം ഞാൻ ഉറങ്ങാതെ കാത്തിരുന്നത് നീ ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ്. സുധീർ കൈനീട്ടി മായയെ തൻ്റെ അടുത്തേക്ക് വലിച്ചടുപ്പിച്ചു. വീട് സുധിയേട്ടാ, എനിക്ക് പറ്റില്ല. നിങ്ങൾക്ക് തോന്നുമ്പോൾ കിടന്നു തരാൻ ഞാൻ വേശ്യൊന്നുമല്ല, നിങ്ങളുടെ ഭാര്യയാണ്. 5 മിനിറ്റിൽ കാര്യം സാധിച്ച് നിങ്ങൾ തിരിഞ്ഞു കിടന്നുറങ്ങുമ്പോൾ നഷ്ടപ്പെടുന്നത് എൻ്റെ ഉറക്കമാണ്. ഞാനൊരു മനുഷ്യ സ്ത്രീയാണെന്നും എനിക്കും വികാരങ്ങളും വിചാരങ്ങളും ഉണ്ടെന്നും നിങ്ങൾ ചിന്തിക്കാറില്ല. ജോലി കഴിഞ്ഞ് വന്ന് തളർന്നു കിടക്കുമ്പോൾ ഒരിക്കൽ പോലും നിങ്ങളൊന്ന് ചേർത്ത് പിടിക്കുകയോ സമാധാന വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. നിങ്ങൾക്കും മോനും നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വച്ച് വിളമ്പുന്ന ഒരു വേലക്കാരി മാത്രമല്ലേ ഞാൻ നിങ്ങൾക്ക്? എന്തൊക്കെ ചെയ്തു കൊടുത്താലും നിങ്ങളുടെ തള്ളയുടെ വായിലിരിക്കുന്ന ആട്ടും തുപ്പും മുഴുവൻ കേൾക്കുകയും വേണം. നിങ്ങളതൊക്കെ കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കും. എന്നിട്ട് രാത്രിയാകുമ്പോൾ ശരീരത്തിന് വേണ്ടി അടുത്തു വന്നോളും. എത്ര രാത്രികൾ ഞാൻ നിങ്ങളുടെ തലോടൽ ആഗ്രഹിച്ച് അടുത്തു വന്ന് ചേർന്ന് കിടന്നിട്ടുണ്ട്. അന്നൊക്കെ നിങ്ങൾ എന്നെ നാറുന്നു എന്ന് പറഞ്ഞ് എന്നെ ആട്ടിപ്പായച്ചിട്ടല്ലേ ഉള്ളൂ. ഇന്നും നിങ്ങൾ പറഞ്ഞു എന്നെ നാറുന്നുണ്ടെന്ന്. നിങ്ങളുടെ കാര്യസാധ്യത്തിന് ഇപ്പോൾ എൻ്റെ വിയർപ്പ് നാറ്റമൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമല്ലല്ലോ അല്ലേ? അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുമ്പോൾ മാത്രം എൻ്റെ ശരീരം നിങ്ങൾക്ക് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ സമ്മതമില്ലാതെ എന്നെ തൊട്ടുപോകരുത്. എനിക്ക് സമാധാനമായി ഒന്ന് കിടന്ന് ഉറങ്ങണം. രാവിലെ 5 മണിക്ക് എണീറ്റ് തുടങ്ങുന്ന പണിയാണ്. രാത്രി 11 മണിക്കാണ് എനിക്ക് കിടക്കാൻ സൗകര്യം കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയ്ക്ക് കഴപ്പാണെങ്കിൽ പല തുണ്ടുപടവും കണ്ടുകൊണ്ട് വികാരം ശമിപ്പിക്കാൻ നോക്കുക. അത്രയും ദേഷ്യത്തോടെ അത്ര നാൾ അടക്കി വെച്ചിരുന്നൊക്കെ ഭർത്താവിന് നേരെ പറഞ്ഞ് അവൾ തിരിഞ്ഞു കിടന്നു. മായയുടെ അപ്രതീക്ഷ പെരുമാറ്റത്തിൽ സുധീർ ഒന്ന് പകച്ചുപോയി. അവളെ വിളിച്ചു പറഞ്ഞത് കേട്ട അയാൾക്ക് ദേഷ്യം അടക്കാനായില്ല. തിരിച്ചെന്തൊക്കെയോ പറയാൻ നാവ് ധരിച്ചു. മായയെ അങ്ങനെ വിടാൻ അവൻ ഒരുക്കമായിരുന്നില്ല. നീ എൻ്റെ ഭാര്യയാണെന്ന കാര്യം മറക്കണ്ട. നിന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷനാണ് ഞാൻ. ഇന്ന് നിന്നെ ഞാൻ തൊട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഞാനൊരാണല്ലാതായി പോവും. ഭർത്താക്കന്മാർക്ക് മൂഡ് തോന്നുമ്പോൾ ഉപയോഗിക്കാൻ തന്നെയാണ് ഈ ഭാര്യമാർ. എൻ്റെ ചിലവിൽ ഉണ്ടുറുങ്ങി തരിച്ചു കൊഴുത്തിട്ട് എനിക്ക് വഴങ്ങിത്തരാൻ നിനക്ക് വയ്യ അല്ലേ? ഇനി അതിനും കൂടി പുറത്തു പോകാൻ എനിക്ക് സൗകര്യമില്ല. മായയുടെ പ്രതികരണത്തിൽ ആദ്യമൊന്ന് പകച്ചെങ്കിലും സുധീർ അവളെ വിടാൻ ഒരുക്കമായിരുന്നില്ല. ബെഡിനോരം ചേർന്ന് കിടന്നവളെ അവൻ തൻ്റെ അടുത്തേക്ക് വലിച്ചു. രാവിലെ മുതൽ വിശ്രമമില്ലാതെ ജോലി ചെയ്ത് അസഹ്യമായ നടുവേദനയാൽ നടുനിർത്തി കിടക്കാൻ ആഗ്രഹിച്ചു വന്നാണ് മായ. അതിനാൽ സുധീർ തന്നെ പിടിച്ചു വലിച്ചപ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വന്നു. വീട് സുധിയേട്ടാ, നിങ്ങളുടെ മൂഡിനനുസരിച്ച് കിടന്നു തരാൻ എന്നെ കിട്ടില്ല. അവൾ അവൻ്റെ പിടി വിടിവിക്കാൻ ശ്രമിച്ചു. പക്ഷെ സുധീർ മായയെ പിടിച്ചു വെച്ച ഒറ്റ വലിക്ക് അവളുടെ മാക്സി ഉരുക്കളഞ്ഞു. മായയ്ക്കും വാശിയായിരുന്നു. അതിനാൽ അവൾ തന്നെ കൊണ്ടാവും വിധം ചേർത്ത് നിന്നു. പക്ഷേ സുധീറിൻ്റെ കൈക്കരത്തിന് മുന്നിൽ അധിക നേരം പിടിച്ചിരിക്കാൻ മായയ്ക്ക് കഴിഞ്ഞില്ല. അവളുടെ നഗ്നമായ മാറിൽ അവൻ മുഖമുയർത്തി. സുധിയുടെ കൈകൾ അവളുടെ മാറിടങ്ങളിൽ ഞെരിച്ചുടച്ചു. 1 മാസത്തോളമായി അവർക്കിടയിൽ ഒന്നും നടക്കാറില്ലായിരുന്നു. അല്ലെങ്കിലും ഒരു പ്രസവം നടന്നതിന് ശേഷം സുധിക്ക് അവളിലുള്ള താല്പര്യം നഷ്ടപ്പെട്ടിരുന്നു. എപ്പോഴെങ്കിലും വല്ലാതെ മൂഡ് തോന്നിയാൽ മാത്രമേ അവളെ സമീപിക്കാറുള്ളൂ. അങ്ങനെ താൻ സമീപിക്കുമ്പോൾ എല്ലാം അവൾ തനിക്കൊപ്പം സഹകരിക്കണമെന്നാണ് അവൻ്റെ നിലപാട്. തൻ്റെ ഭാര്യയ്ക്കൊരു മനസ്സുണ്ടെന്നോ അവളും ഒരു മനുഷ്യ സ്ത്രീയാണെന്നോ അവൻ ചിന്തിക്കാറ് കൂടിയില്ല. അവൻ്റെ കൈകൾ അവളുടെ മാറിലെ ഞെരിച്ചപ്പോൾ മായയ്ക്ക് നന്നായി വേദനിച്ചു. സുധിയേട്ടാ, വേണ്ട പ്ലീസ്, എനിക്ക് വേദനിക്കുന്നു. വേദന കൊണ്ട് മായ കരഞ്ഞുപോയി. സുധീർ അവളോടുള്ള ദേഷ്യം മുഴുവൻ അവളുടെ ശരീരത്തിൽ തീർത്തു. മായയുടെ ശരീരത്തിലേക്ക് പടർന്നു കയറുമ്പോൾ അവനെ ഭരിച്ചിരുന്നത് അവളോടുള്ള വാശിയും ദേഷ്യവും മാത്രമായിരുന്നു. തൻ്റെ ഭാര്യ തന്നോട് എതിർക്കുന്ന അവന് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. പെണ്ണെന്നാൽ ഭർത്താവിന് കീഴിൽ അടങ്ങി ഒതുങ്ങി കിടക്കണമെന്നാണ് അവൻ്റെ നിലപാട്. എല്ലാം കഴിഞ്ഞ് സുധീർ തിരിഞ്ഞു കിടന്നുറങ്ങുമ്പോൾ ചതഞ്ഞരിഞ്ഞ ശരീരത്തിലെ വേദനകൾ സഹിക്കാൻ വയ്യാതെ നിശബ്ദം കരഞ്ഞു. ആ രാത്രി മായയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് ഞായറാഴ്ച ആയതിനാൽ വളരെ വൈകിയാണ് ഉണർന്നത്. ഉണർന്നു നോക്കുമ്പോൾ അടുത്ത് പതിവുള്ള കോഫി ഉണ്ടായിരുന്നില്ല. മായേ മായേ പതിവ് കോഫി കിട്ടാതെ ദേഷ്യത്തിൽ അവൻ ഉച്ചത്തിൽ വിളിച്ചു. പക്ഷെ ആരും വിളി കേട്ടില്ല. കിടന്ന് കാറി പൊളിക്കേണ്ട, മായ അവളെ വീട്ടിൽ പോയി. ഇനി അവളെ അന്വേഷിക്കേണ്ടെന്ന് പറയാൻ പറഞ്ഞു. പിന്നെ നിന്റെ കൊച്ചിനെ ഇവിടെ ഇട്ടിട്ടാ നാശം പിടിച്ചവൾ പോയത്. എന്തൊക്കെ പറഞ്ഞാലും മായ ഇവിടെയുള്ള ഒരു ആശ്വാസം തന്നെയായിരുന്നു. എല്ലാ ജോലികളും കൃത്യസമയത്ത് ചെയ്ത് അടങ്ങി നിൽക്കുമായിരുന്നു. ഇന്നലെ നീ അവളോട് കാണിച്ചൊക്കെ അവൾ എന്നോട് പറഞ്ഞു. എല്ലാം അവൾ സഹിക്കുമായിരുന്നു. പക്ഷെ ഇത് മാത്രം അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് മായ ഇനി വീട്ടിലേക്ക് വരുന്നില്ലെന്ന് തീർത്ത് പറഞ്ഞിട്ടാ പോയത്. കണ്ടിട്ട് സീരിയസ് ആയി പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നത്. നിനക്ക് സമയത്തിന് ഓഫീസിൽ പോകണമെങ്കിൽ
വന്ന് എന്നെ അടുക്കളയിൽ വളർന്ന് സഹായിക്കാൻ നോക്കുക. പിന്നെ നിന്റെ കൊച്ചിനെ മര്യാദയ്ക്ക് ഒരുക്കി സ്കൂളിൽ വിട്ടോ. ആ ചെറുക്കൻ്റെ കാര്യം കൂടി നോക്കാൻ എനിക്ക് വയ്യ. ഓരോ തോന്നിയാസം കാണിച്ച് ഭാര്യ ഓടിച്ചു വിട്ടിട്ട് കിടക്കുന്ന കണ്ടില്ലേ. സുധീറിൻ്റെ അമ്മ അത്രയും പറഞ്ഞതിന് ശേഷം മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. കേട്ടത് വിശ്വസിക്കാനാവാതെ അവൻ തരിച്ചിരുന്നു പോയി. മായ ഇറങ്ങിപ്പോയെന്ന് വിശ്വസിക്കാൻ അവന് കഴിഞ്ഞില്ല. വാശി കാരണം അവൻ പിന്നെ അവളെ വിളിക്കാൻ പോയില്ല. പക്ഷെ രാവിലെ എണ്ണീറ്റ് അമ്മയെ അടുക്കളയെ സഹായിക്കാനും കുഞ്ഞിനെ നോക്കാനും കൂടി തുടങ്ങിയപ്പോഴാണ് ഭാര്യയുടെ വില സുധീർ മനസ്സിലാക്കി തുടങ്ങിയത്. ഗതികെട്ട് അവൻ വീട്ടിലൊരു സെർവൻറ്റിനെ വെച്ചു കൊടുത്തു. അപ്പോഴേക്കും മായ ഒരു ജോലി കണ്ടുപിടിച്ച് സ്വന്തം വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് മാറിയിരുന്നു. ആർക്കും താനൊരു ഉപഹാരമാകരുതെന്ന് അവൾ ചിന്തിച്ചത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അധികം വയ്യാതെ മായയും സുധീറും വേർപിരിഞ്ഞു. കുഞ്ഞിനെ മായയോടുള്ള വാശിക്ക് സുധീർ വിട്ടുകൊടുത്തില്ല. അവളുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കാൻ അവൻ്റെ ഈഗോ സമ്മതിച്ചില്ല. മായയ്ക്കും സ്വന്തമായി ജീവിതം കെട്ടിപ്പടുക്കാനുള്ള തിരക്കിലായിരുന്നു. തന്നെ വേണ്ടാത്ത മകനെ തനിക്ക് വേണ്ടെന്നുള്ള നിലപാട് തന്നെ അവളും സ്വീകരിച്ചു. എന്നെങ്കിലും അമ്മയുടെ വില മനസ്സിലാക്കി അവൻ തേടി വന്നാൽ മാത്രം സ്വീകരിക്കാം എന്നായിരുന്നു അവളുടെയും തീരുമാനം. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്